കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഞെരുക്കമുണ്ടെങ്കിൽ, ഒരു കൈപ്പേറിയ അവസ്ഥയുണ്ടെങ്കിൽ, ഈ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവമായ കർത്താവ് കാത്തിരിക്കുകയാണ്. ജീർണതയുടെ അടിമത്തത്തിൽ നിന്നും മോചിതമായി നാം ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കാം. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. സ്നേഹമുള്ളവരെ, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും മാനസികമായ വിഷമങ്ങളും നിരാശകളും നമ്മെ വേട്ടയാടുമ്പോൾ പ്രത്യാശാഭരിതമായ ഒരു നല്ല ഭാവിയിലേക്ക് കടന്നു പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നമ്മെ കരുതുന്ന കർത്താവായ യേശുവിൻ്റെ കരം നമ്മോട് കൂടെയിരിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതിരിക്കുവാൻ തക്കവിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യമില്ല. അവിടെ നമ്മെ സഹായിക്കും. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് കർത്താവായ യേശുവിൽ ഇന്ന് പരിഹാരമുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ പ്രാർത്ഥനകൾ അവിടുത്തെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യാശയോടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവോളം നമുക്ക് കാത്തിരിക്കാം. യേശു നമ്മുടെ കൂടെയുണ്ട്. അത്ഭുതങ്ങളുടെ രാജാവായ അവിടെ നമ്മെ അനുഗ്രഹിക്കും. പരിഹാരമുണ്ട് പരദേശിയെ നിന്റെ പ്രശ്നങ്ങൾക്ക്. പരിഹാരമുണ്ട് പരദേശിയെ നിന്റെ പ്രശ്നങ്ങൾക്ക്. ഉത്തരമുണ്ട് വിശ്വാസിയെ നിന്റെ പ്രാർത്ഥന. ആമേൻ, ഹല്ലേലൂയ. ഉത്തരമുണ്ട് വിശ്വാസിയെ നിന്റെ പ്രാർത്ഥനയ്ക്ക്. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നാം പതറാതെ, തളരാതെ കർത്താവിൽ വിശ്വാസമർപ്പിച്ച് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. അവിടുന്ന് നാം കാണാത്ത വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും. ഓ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ പുതു കൃപകളാലേ പതറിടല്ലേ, തളർന്നിടല്ലേ,
കൃപകളാലേ ഇന്നേ വരെ കാണാത്തതാം വൻകാര്യം കാണിച്ചിടും. ഇന്നേ വരെ കാണാത്തതാം വൻകാര്യം കാണിച്ചിടും. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാകുന്ന പ്രതികൂലമാകുന്ന പർവ്വതങ്ങൾ നാം വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ അത് കാണുകയില്ല. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിനങ്ങൾ കടന്നു വരുന്നു. വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇന്നു നീ കാണും പർവ്വതങ്ങൾ എന്നും നീ കാണുകയില്ല. ഇന്നു നീ കാണും പർവ്വതങ്ങൾ എന്നും നീ കാണുകയില്ല. സമഭൂമിയാകും അതു വേഗത്തിൽ കൃപയാൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സമഭൂമിയാകും അതു വേഗത്തിൽ കൃപയാൽ തന്നെ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. ഇന്ന് കർത്താവായ യേശു നിങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും സകല പ്രതികൂലങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.